ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് ആയുർവേദം. ആയുസ്സിൻ്റെ വേദമാണ് എന്ത്? ആയുർവേദം. ദൗർഭാഗ്യകരമെന്നു പറയട്ടെ, ആയുർവേദത്തെയും ഇന്ന് യൂറോപ്പ് കൈയടക്കി. ഇന്ന് ആയുർവേദത്തെയും ഒരു സംശയദൃഷ്ടിയോട് മാത്രമേ നോക്കാൻ കഴിയുന്നുള്ളൂ. എന്തുകൊണ്ട്? കച്ചവട മനസ്ഥിതി അവിടെയെല്ലാം കയറിക്കൂടി. ഇവരൊന്നും കച്ചവടക്കാരല്ല. വാഗ്ഭടൻ കച്ചവടക്കാരനല്ല, സുശ്രുതൻ ഒരു കച്ചവടക്കാരനല്ല, ചരകൻ ഒരു കച്ചവടക്കാരനല്ല. അവരൊക്കെ മാനവ സമൂഹത്തിന് നന്മ ചെയ്തവരാ. പടച്ചവൻ ഞാൻ നിയോഗിക്കപ്പെട്ടവർ. അവർ ആരൊക്കെയാണെന്ന് പടച്ചവനെ അറിയൂ. ആരൊക്കെയാണ് അവർ? അറിയൂല. എൻ്റെ വീക്ഷണപ്രകാരം ചരകൻ നബിയാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഞാൻ പലവട്ടങ്ങളോട് പറഞ്ഞു, ചരകസൂത്രം സത്യത്തിൽ ഖുർആനിലെ ചില അധ്യായങ്ങളോട് നിങ്ങളിൽ നിന്ന് അതുപോലത്തെ ചില സതുപദേശങ്ങൾ അതിൽ കാണാം ചരകസൂത്രത്തിൽ. എന്നല്ല, ചരകൻ തന്നെ പറയാണ് എന്ത്? ചെടി നാടാകെ ചുറ്റി സഞ്ചരിക്കുക ചരക മഹർഷി. എന്നിട്ട് പറയുന്നത് ചെടി എന്നോട് പറഞ്ഞു എന്നാ. ചെടി എന്നോട് പറഞ്ഞു എന്നാ. ഒരു സസ്യം എന്നോട് പറഞ്ഞു ഞാൻ ഇന്നാലിന്നതിനുള്ള ഔഷധമാണ് എന്ന് ചെടി എന്നോട് പറഞ്ഞു എന്നാണ് ചരകൻ പറയുന്നത്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഇസ്ലാമിക ഭാഷയനുസരിച്ച് ചിലപ്പോൾ നബിയാകാം. ഏറ്റവും ചുരുങ്ങിയത് ഒരു വലിയെങ്കിലും ആണ് ആര്? ചരകൻ.